ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈസ്റ്ററിൻ്റെ പ്രോഗ്രാംസാണ്. ആദ്യം നമുക്ക് ആഷ് വെനസ്ഡേ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഓശാന ഞായറിലേക്കാണ് വന്നത്. ഓശാന ഞായറാഴ്ച പള്ളിയിൽ പോയി കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കി. കോഴിക്കട്ട നമ്മുടെ മോന് വളരെ ഇഷ്ടമാണ്. അവനത് നല്ല ആസ്വദിച്ച് കഴിക്കും. അങ്ങനെ കോഴിക്കട്ടൊക്കെ കഴിച്ച് നമ്മൾ ഓശാന സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കുണ്ടായത് പെസഹയാണ്. പെസഹ വ്യാഴം നമ്മൾ അപ്പം പാലൊക്കെ ഉണ്ടാക്കി അപ്പം മുറിക്കൽ ശുശ്രൂഷയൊക്കെ നടത്തി പള്ളിയിലൊക്കെ പോയി. പിന്നെ നമുക്ക് വന്നതാണ് ദുഃഖവെള്ളി. അന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. പിന്നെ ഈസ്റ്ററിന് നമ്മൾ മിഡ് നൈറ്റ് മാസിനാണ് പോയത്. അന്ന് നമ്മൾ പള്ളിയിൽ പോയി എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുത്തു. നല്ലൊരു ഡേ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് നമുക്ക് ചെറിയൊരു നോമ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 50 നോമ്പ് എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ നോമ്പ് വീടൽ പരിപാടിയുണ്ട്. അപ്പോൾ പള്ളിയിൽ കഴിഞ്ഞ് വന്ന് നമ്മൾ അതിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. വന്നു, നോമ്പൊക്കെ വീടി. മോന് ചോക്ലേറ്റിനൊക്കെ നോമ്പായിരുന്നു. അപ്പോൾ അവന് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി അവന് ഭയങ്കര ഇഷ്ടമാണ് ഈസ്റ്ററിന് ഈസ്റ്റർ എഗ്ഗ് വേണം. അത് ചോക്ലേറ്റാണ്, വൈറ്റ് ചോക്ലേറ്റ്. അത് വാങ്ങിക്കൊടുത്തു. പിന്നെ അവന് സർപ്രൈസായിട്ട് ഒരു കിൻഡർ ജോയും ഒരു കാറ് നമ്മൾ വാങ്ങി. അവന് ഭയങ്കര സർപ്രൈസായിരുന്നു അങ്ങനെ വാങ്ങിക്കൊടുത്തപ്പോൾ. അവനൊട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ കൊടുത്തത്. പിന്നെ ഈസ്റ്ററിൻ്റെ സാറ്റർഡേ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മളന്ന് കേക്കൊന്നും മുറിച്ചില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ഈ വീക്ക് ഒരു ഹോളി വീക്കാണ്. അപ്പം നമ്മൾ ഈസ്റ്ററിനാണ് ആ കേക്ക് മുറിച്ചത്. അങ്ങനെ ഈസ്റ്ററിൻ്റെ കേക്കും ബർത്ത്ഡേ കേക്കും നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ ബർത്ത്ഡേ ഈസ്റ്ററും. ആക്ച്വലി നമ്മൾ ബർത്ത്ഡേ വേറൊരു കേക്ക് വാങ്ങി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. പക്ഷെ നമുക്കത് കട്ട് ചെയ്തില്ല. കാരണം ബർത്ത്ഡേ ആവാത്തതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ജസ്റ്റ് വാങ്ങി നമ്മൾ പുറത്ത് പോയി വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ചായിരുന്നു ബർത്ത്ഡേക്ക് മുമ്പായിട്ട്. ഇന്നിപ്പോൾ ഈസ്റ്ററിന് നമ്മൾ ഓൾറെഡി വീട്ടിൽ പ്രിപ്പയർ ചെയ്യണതുകൊണ്ട് നമ്മൾ പുറത്തൊന്നും പോയില്ല. അങ്ങനെ ഇത് നമ്മളുടെ ഈസ്റ്ററിൻ്റെയും ബർത്ത്ഡേയുടെയും എല്ലാത്തിൻ്റെയും ഒരുമിച്ചൊരു ചെറിയൊരു ആഘോഷത്തിൻ്റെ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടിനും ഇതിനും ഒരുപാട് നന്ദിയുണ്ട്. ഹാപ്പി ഈസ്റ്റർ. വൈകിപ്പോയെങ്കിലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. Have a nice day to all. Have a nice day to all. Thank you. Thank you.